ബാക്കിലത്തെ ടയറിന്റെ കിട്ടുന്ന അത്രയും തന്നെ വിട്ട് ഇതിന്റെ ഫ്രണ്ടിലത്തെ ടയറിൽ കിട്ടുന്നുണ്ട്. ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിറോന്നും പറഞ്ഞ് വണ്ടി അങ്ങോട്ട് കയറിപ്പോകും. ഇതിന്റെ ടോപ്പ് എൻഡ് വേർഷൻ ഹിമാലയന്റെ ബേസ് വേർഷനേക്കാളും വളരെയധികം വില കുറവാണ് വരുന്നത്. സെപ്പറേറ്റ് ഒരു ബ്രേക്ക് ലൈറ്റ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല, പകരം ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെയാണ് ഇതിന്റെ ബ്രേക്ക് ലൈറ്റും വരുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തേനേക്കാളും കുറച്ചുകൂടെ കാണാൻ ഭംഗി ഈ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോഴാണ്. ഹിമാലയന് ഹൈറ്റ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, നീളം കുറഞ്ഞവർക്ക് റൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ പലരും പറയുന്നുണ്ടായിരുന്നു ഷോർട്ട് റൈഡേഴ്സ് ആയിട്ടുള്ളവർക്ക്. എന്നാൽ അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ ഗറില്ല 450. ഇത് ഹിമാലയന്റെ സെയിം സ്പെക്ക് വണ്ടി തന്നെയാണ്, എന്നാൽ അതിനകത്ത് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്, കുറച്ചും കൂടെ സീറ്റ് ഹൈറ്റ് കുറച്ചുകൊണ്ട് ആർക്ക് വേണേലും ഓടിക്കാവുന്ന ഒരു റോഡ്സ്റ്റർ മോഡലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വണ്ടി ഹിമാലയന്റെ അതേ സ്പോർട്ട്നെസ് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ ഗറില്ല 450. ഇതെന്ന് പറയുന്നത് റോഡ്സ്റ്റർ മോഡലിലാക്കി ഇറക്കിയിരിക്കുന്ന ഒരു ഹിമാലയ. അതിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, എന്നാൽ കുറച്ചും കൂടെ ട്യൂൺ ചെയ്ത് കുറച്ചുകൂടെ സ്പോർട്ടിയർ ആക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇത് ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാഴ്ചയിൽ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹിമാലയന്റെ പോലെ വലിയൊരു ഭാഗങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഹെഡ്ലൈറ്റും ഹാൻഡിലിനൊപ്പം തന്നെ തിരിയുന്ന ഒരു മെക്കാനിസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയനിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയിരുന്നു, ഇതിൽ നോർമൽ ഫോർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ട്രാവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഹിമാലയനിൽ ഉള്ള സസ്പെൻഷൻ ട്രാവലിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ടയറാണ്. ഹിമാലയനിൽ നമുക്ക് 19 ഇഞ്ച് ടയറാണ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇതിൽ 17 ഇഞ്ച് ടയറാണ്. അലോയ് വീല് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സും വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് മാത്രമല്ല, സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം ഇതിന്റെ ടയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അസാമാന്യ വിഡ്ത്താണ്. മറ്റ് വണ്ടികൾക്കൊന്നും തന്നെ കാണാത്തതുപോലെ ബാക്കിലത്തെ ടയറിന്റെ കിട്ടുന്ന അത്രയും തന്നെ വിഡ്ത്ത് ഇതിന്റെ ഫ്രണ്ടിലത്തെ ടയറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ബൾക്കി രൂപമാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് നല്ല സൈസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇവിടെ ഹെഡ്ലാമ്പിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹിമാലയനിൽ വന്നിട്ടുള്ള സെയിം ഹെഡ്ലാമ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. LED ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷാസിയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡ് വേർഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഷാസിയുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ അതിന്റെ ബോഡി കളറും അതുപോലെ തന്നെ അലോയിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ സ്കീം കൂടെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. 10 ലിറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈസ് തോന്നുമെങ്കിലും സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചെറുതായതുപോലെയുള്ള ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. ഗറില്ല 450 എന്ന് പറയുന്ന ഈ ഒരു കൺസോൾ വന്നിരിക്കുന്നത്. ഇത് ഫൈബർ പാർട്ടാണ് വന്നേക്കുന്നത്. ഇനിയിപ്പം സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇതൊരു റോഡ്സ്റ്റർ മോഡൽ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇവിടെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ റിയറിലേക്ക് വരുന്ന ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫൈബർ പാർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ. ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് ബാക്കിലത്തെ ടയറിൻ്റെ വലിപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ പിടിച്ചാൽ കിട്ടൂല, അത്രയും വലിപ്പത്തിലാണ് ഇതിൻ്റെ ടയറിൻ്റെ ഒരു വിഡ്ത്തൊക്കെ വരുന്നത്. ഇതിൻ്റെ ഡിസ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ആണെങ്കിലും ശരി ബാക്കിലത്തെ ആണെങ്കിലും ശരി ഡിസ്ക് നല്ല വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ റിയർ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്വിംഗ് ഒക്കെ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വലിപ്പം കൂടിയിട്ടുള്ള ഒരു സ്വിംഗ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൂപ്പർ ഒരു വെറൈറ്റി ഡിസൈനാണ് ഈ വണ്ടിയിൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തേനേക്കാളും കുറച്ചുകൂടെ കാണാൻ ഭംഗി ഈ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോഴാണ്. സീറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇതായിട്ടുള്ള കുറച്ചുകൂടെ ഇറക്കമുള്ള കുഴിവുള്ള ഒരു സീറ്റാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ പില്ലിയൻ റൈഡറിനും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയനിൽ 230 mm ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നതെങ്കിൽ ഇതിനകത്ത് 169 mm മാത്രമാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. മാത്രമല്ല സീറ്റിൻ്റെ ഹൈറ്റും കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീളം കുറഞ്ഞിട്ടുള്ള റൈഡേഴ്സ് വരികയാണെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള
സാഹചര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ കാല് തറയിൽ കുത്തുകയാണെന്നുണ്ടെങ്കിൽ 6 അടി ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഈ രീതിയിലായിരിക്കും ലെഗിൻ്റെ പൊസിഷൻ വരുന്നത്. ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് മുട്ട് മടക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഫുഡ് ബട്ടണിലേക്ക് കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു കാലിൻ്റെ ഒരു പോസ്റ്റർ വരുന്നത്. ആ ഒരു കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് നമുക്കൊരു വ്യൂ വരുന്നത്. ടാങ്ക് ആണെങ്കിലും ഇത്രയും സ്ലിം ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കാലിവിടെ ചേർന്നിരുന്നുള്ളൂ. മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൈസ് തോന്നിയിട്ട് കുറച്ചുകൂടെ വിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുന്നോട്ടാണെങ്കിലും നല്ല നീളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ബൈക്ക് കയറിയിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എൻ്റെ കണ്ണിൻ്റെ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വണ്ടി കാണാൻ പറ്റുന്നത്. അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ക്ലച്ചൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുഡ് പെഡൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു റബ്ബർ, നല്ല ഗ്രിപ്പുള്ള റബ്ബർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പില്ലിയൻ റൈഡറിന് ചെറിയൊരു സാധാരണ ഫുഡ് പാക്കാണ്. അതിനെ മെറ്റൽ ആണെങ്കിൽ പോലും ഇതിനകത്തും ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റബ്ബർ ഗ്രിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഹെവി ഓഫ് റോഡർ എന്ന് പറയാൻ പറ്റത്തില്ല. ഹിമാലയൻ്റെ കമ്പയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരുപടി താഴെയായിരിക്കും നിൽക്കുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പക്ഷേ ഓഫ് റോഡിങ്ങിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു സ്ട്രീറ്റ് ബൈക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 40 HP പവറും അതുപോലെ തന്നെ 40 Nm ടോർക്കുമാണ് ഇതിനകത്ത് വരുന്നത്. ഹിമാലയനേക്കാളും കുറച്ചും കൂടെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വരുന്നത്. ഇനി ബാക്കിൽ പോക്കറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയനേക്കാളും 2 ടീത്ത് കുറവാണ് ഇതിനകത്ത് വരുന്നത്. സോ അതുകൊണ്ട് ടോർക്ക് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും ഈ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത്. കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഷാസിയാണ് ഈ വണ്ടിയിൽ വരുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു KTM-ലെ വണ്ടിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഷാസി കുറേയൊക്കെ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഡിസൈൻ ഫീല് നമുക്ക് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. ഇനി ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ബ്രേക്ക് ലൈറ്റ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. പകരം ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും വരുന്നത്. ഇതിൻ്റെ ചുറ്റിനും ബ്രേക്ക് ലൈറ്റും അതിൻ്റെ നടുക്ക് ഒരു സിംഗിൾ ലൈനായിട്ട് ഇൻഡിക്കേറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിയർ ലൈറ്റിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി LED തന്നെയാണ് ഈ വണ്ടിയുടെ ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹെഡ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും LED സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയുടെ ലൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയയിൽ നമ്മൾ കണ്ട സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള വലിപ്പമുള്ള ഒരു TFT ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ പാനലിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേയിലെ ഓരോ കാര്യങ്ങളും ട്രിപ്പ് മീറ്ററും മറ്റ് മോഡുകളും ഒക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് M എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡ് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. 2 മോഡാണ് നമുക്കുള്ളത്, എക്കോ മോഡും പെർഫോമൻസ് മോഡും. ഇങ്ങനെ 2 റൈഡ് മോഡുകൾ നമുക്ക് കിട്ടും. അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ABS, നമുക്ക് റിയർ ABS നമുക്ക് ഓഫ് ചെയ്യുകയോ ഓൺ ആക്കുകയോ ചെയ്യാം. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു M എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് തന്നെ മാറും. 2 രീതിയിൽ നമുക്ക് ഏത് ഡിസ്പ്ലേ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ രീതിയിലൊക്കെ കൺട്രോളുകളുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കൺട്രോളുകളൊക്കെ തന്നെ ഇതിലേക്ക് ഈ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മാത്രമല്ല നമുക്കിവിടെ ഒരു ഹസാർഡ് വാർണിംഗ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഈ സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആവുകയും ചെയ്യും. അതുപോലെ നമുക്കിവിടെ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനുമുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ലിറ്റ് കൊടുത്തിട്ടുമുണ്ട്. റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു റൈഡ് ആയിരിക്കും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. 3 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു വണ്ടി കിട്ടുന്നത്. ഇതിനകത്ത് തന്നെ നമ്മുടെ പ്രൈസ് വരുന്നത് 2.39 lakh ആണ് ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് 2.54 lakh ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് 3 വേരിയൻ്റ് ഉണ്ട്. 3 കളർ അനുസരിച്ചാണ് 3 വേരിയൻറ്റിൻ്റെ 3 പ്രൈസ് വരുന്നത്. ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2.85 lakh
ടോപ്പ് എൻഡ് വേർഷൻ വരുമ്പോഴത്തേക്ക് 2.98 ലാക്ക് വരെ പോകും. സോ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻ ഹിമാലയൻ്റെ ബേസ് വേർഷനേക്കാളും വളരെയധികം വില കുറവാണ് വരുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3,10,000 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് വരുന്നത്. ബേസ് വേരിയൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ രീതിയിലായിരിക്കത്തില്ല, 100 വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് മുതൽ, അതായത് ഈ കാണുന്ന വേരിയൻറ്റ് മുതൽ വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 3,22,000 രൂപയാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻ വരുമ്പോഴത്തേക്ക് 3,28,000 രൂപയാണ് വില വരുന്നത്. അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രാഫിക്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഷാസിയിലൊക്കെ കളർ സ്കീമുകൾ ഉണ്ടാവും. അലോയ് വീലിൽ വേറെ ഡിസൈനിലുള്ള പെയിൻറ്റ് സ്കീമൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. പതിവ് പോലെ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കരമനയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ശിവജി മോട്ടോഴ്സിലാണ്. ഇവിടെയാണ് നമ്മളുടെ എല്ലാ വണ്ടികളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും കാണുകയും ചെയ്യുന്നത്. സോ ഈ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും. വണ്ടിയുടെ വിലയും വെയിറ്റിംഗ് പീരീഡും അങ്ങനെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. വണ്ടി ബുക്ക് ചെയ്താൽ എത്രയാണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ള കാര്യം അനുസരിച്ച് അടക്കം ഈ വണ്ടിയുടെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. സോ താല്പര്യമുള്ള എല്ലാവർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കപ്പോൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് വണ്ടി സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിയുമ്പോഴുള്ള ആ ഒരു കുതിപ്പാണ്. സാധാരണ നോർമലി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വരുമ്പോഴത്തേക്കാണ് ഒരു കുതിപ്പ് വരുന്നത്. അതിനേക്കാളും വലിയ കുതിപ്പാണ് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോഴത്തേക്ക്. അതായത് പുറകിലിരിക്കുന്ന ആള് പിന്നെയും പുറകോട്ട് തെറിച്ചു പോകാൻ പോകുന്നത് പോലത്തെ ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഗിയറിൽ എടുക്കുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പെർഫോമൻസ് മോഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോൾ ഭയങ്കര രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത ഗിയറിലോട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫിഫ്ത്ത് ഗിയറിലാണെങ്കിൽ പോലും ഇപ്പം 40 കിലോമീറ്റർ 50 കിലോമീറ്ററിലാണ് പോകുന്നതെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ പെട്ടെന്ന് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കുതിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആ രീതിയിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുമുണ്ട്. ലോ ആൻഡ് ടോർക്ക് നല്ലതായിട്ടുണ്ട്. നമ്മളിപ്പം ഗിയർ കൂടിയ ഗിയറിലാണ് കുറഞ്ഞ സ്പീഡിൽ പോകുന്നതെങ്കിൽ പോലും വലിയൊരു എൻജിൻ നോക്കിങ്ങോ ഒന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഇപ്പം നമ്മളൊരു ഫോർത്ത് ഗിയറിൽ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ പോലും ചെറിയൊരു നോക്കിംഗ് ഒരു ഫീല് നമുക്ക് കിട്ടുമെങ്കിൽ പോലും നമ്മൾ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കയറിപ്പോയിക്കോളും. പിന്നെ ഇതിൻ്റെ ഐഡിയൽ RPM എന്ന് പറയുന്നത് ഇച്ചിരി മുകളിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും. നമുക്കൊരു 1300 മുതൽ 1500 വരെയാണ് ഇതിൻ്റെ ഐഡിയൽ RPM തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും മുന്നോട്ട് തന്നെ നീങ്ങിപ്പോവും. ആ ഒരു ലെവലിലുള്ള ഒരു RPM ഐഡിയലായിട്ട് തന്നെ വണ്ടിക്ക് നിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പവറിൻ്റെ ഒരു സർജ് അവിടെ തന്നെ വണ്ടിയിൽ നിപ്പുണ്ട്. നമ്മളിപ്പം പെർഫോമൻസ് മോഡ് മാറ്റിയിട്ട് എക്കോ മോഡിലോട്ടിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ വളരെ നോർമലായിട്ട് എടുത്താലും നല്ലൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുതിപ്പ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കൈ ഒന്ന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വണ്ടി കയറി പോവുകയും ചെയ്യും. ഇപ്പം സ്പീഡൊന്നും ഗെയിൻ ചെയ്യുന്നതിന് ഒരു പാടുമില്ല. ജസ്റ്റ് ഗിയർ അങ്ങോട്ട് ഡൗൺ ചെയ്യുക, ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുറോന്നും പറഞ്ഞ് വണ്ടി അങ്ങോട്ട് കയറിപ്പോവും. ആ രീതിയിൽ പവർ അങ്ങനെ തന്നെ നിപ്പുണ്ട്. ലീനിയർ ആയിട്ട് നമുക്കൊന്ന് സ്പീഡ് എത്ര കൂട്ടണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രത്തോളം കൂടി പോവും. നമ്മളിപ്പോൾ ഒരു 80 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ 6 ഗിയറിലോട്ട് മാറുകയാണ്. അങ്ങനെ മാറിയാലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. ഇനി എത്ര വേണേലും സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ട്രാഫിക് റൂൾസ് പാലിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിൽ പോലും നല്ല എഫക്റ്റീവായിട്ടുള്ള ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. വളരെ സ്മൂത്തായിട്ട് പിടിക്കുകയാണെങ്കിൽ പോലും വണ്ടി ക്രിസ്പായിട്ട് അതിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്. നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് റിയർ ബ്രേക്ക് ABS നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടുന്നതിനുള്ള സംവിധാനവുമുണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിന്റെ പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 40 HP പവറും അതുപോലെ തന്നെ 40 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ സ്പോർക്കറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 45 ടീത്തുകളാണ് ഇതിന്റെ സ്പോർക്കറ്റിനുള്ളത്. ഹിമാലയയിൽ 47 ടീത്തുകളാണ് റിയർ സ്പോർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടോർക്കി ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പവറിന്റെ സർജ് നമുക്ക് അറിയാൻ പറ്റും. ടോർക്ക്
കുറച്ചുകൂടെ കൂടുതലുള്ളതായിട്ട് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ കുറച്ചും കൂടെ ഹിമാലയനേക്കാളും സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. പവറുമുണ്ട്, ടോർക്കുമുണ്ട്, എല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഒരു എഞ്ചിൻ. അത് കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോർമൽ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ എക്കോ മോഡിൽ പോകണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതുപോലെയുള്ളൊരു പവർ എക്കോ മോഡിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പം പെർഫോമൻസ് മോഡിലേക്ക് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പെർഫോമൻസിലേക്ക് മാറിപ്പോവും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മോഡ് മാറ്റാൻ പറ്റത്തില്ല. ഒരു മിനിമം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ മോഡ് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മോഡിൽ ഇട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വണ്ടി ഓടിക്കണോ ആ രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഹിമാലയൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് ആണെങ്കിലും സൈസ് ആണെങ്കിലും വിലയാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, ഈ ഒരു എഞ്ചിന് ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.